ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സമ്പൂർണ്ണ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പുസ്തകങ്ങൾ ഏതെല്ലാം ആണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ പുസ്തകങ്ങളിൽ കണ്ടുകിട്ടിയ ചില പുസ്തകങ്ങളുടെ ചുരുളുകൾ ഇസ്രായേലിലെ പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ലൈബ്രറിയിൽ ഉണ്ട്. കൂടാതെ ചില പരിഭാഷാ പുസ്തകങ്ങൾ വത്തിക്കാന്റെ ഗ്രന്ഥശാലയിലും ലഭ്യമാണ്. ആകെ 21 പുസ്തകങ്ങളെ കുറിച്ചാണ് ബൈബിളിൽ പരാമർശിക്കുന്നത്. അതിൽ ദിനവൃത്താന്ത പുസ്തകത്തിലും നിയമഗ്രന്ഥത്തിലും രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഭാഗികമായി ബൈബിളിൽ ചേർത്തിട്ടുള്ളതാണ്. ഒന്ന് ഓർമ്മയ്ക്കായിട്ടുള്ള ഒരു പുസ്തകം പുറപ്പാട് 17-ാം അധ്യായം 14-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 ഉടമ്പടി ഗ്രന്ഥം പുറപ്പാട് 24-ാം അധ്യായം 7-ാം വാക്യത്തിൽ ചേർത്തിരിക്കുന്നു. കർത്താവിൻ്റെ പുസ്തകം പുറപ്പാട് 32-ാം അധ്യായം 32-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. 4 കർത്താവിൻ്റെ യുദ്ധങ്ങളുടെ ഗ്രന്ഥം സംഖ്യ 21-ാം അധ്യായം 14-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ നിയമഗ്രന്ഥം നിയമാവർത്തന പുസ്തകത്തിൽ 28-ാം അധ്യായം 16-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. യാഷാറിൻ്റെ പുസ്തകം ജോഷുവയുടെ ഗ്രന്ഥത്തിൽ 10-ാം അധ്യായം 13-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. സോളമന്റെ നടപടി പുസ്തകം 1 രാജാക്കന്മാർ 11-ാം അധ്യായം 41-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത പുസ്തകം 1 രാജാക്കന്മാർ 14-ാം അധ്യായം 19-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. യൂദ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത പുസ്തകം 1 രാജാക്കന്മാർ 14-ാം അധ്യായം 29-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. മോശയുടെ നിയമഗ്രന്ഥം 2 രാജാക്കന്മാർ 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ഉടമ്പടി ഗ്രന്ഥം 2 രാജാക്കന്മാർ 23-ാം അധ്യായം 2-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ഹിൽക്കിയ കണ്ടെത്തിയ നിയമഗ്രന്ഥം 2 രാജാക്കന്മാർ 23-ാം അധ്യായം 24-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ദാവീദിന്റെ ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്തം 27-ാം അധ്യായം 24-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. നാഥാൻ പ്രവാചകന്റെ ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്തം 29-ാം അധ്യായം 29-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. സാമുവേൽ പ്രവാചകന്റെ ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്തം 29-ാം അധ്യായം 29-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ഗാദ് പ്രവാചകന്റെ ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്തം 29-ാം അധ്യായം 29-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ഇദ്ദോ പ്രവാചകന്റെ ചരിത്ര ഗ്രന്ഥം 2 ദിനവൃത്താന്തം 13-ാം അധ്യായം 22-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. പുസ്തക ചുരുൾ സങ്കീർത്തനങ്ങൾ 40-ാം അധ്യായം 7-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ജീവിക്കുന്നവരുടെ പുസ്തകം സങ്കീർത്തനം 69-ാം അധ്യായം 28-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. നാഹുമിന്റെ ദർശന ഗ്രന്ഥം നാഹും 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. മോശയുടെ പുസ്തകം മാർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 26-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ആകെ 21 പുസ്തകങ്ങളാണ് സമ്പൂർണ്ണ ബൈബിളിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുള്ള പുസ്തകങ്ങൾ. സ്നേഹമുള്ളവരെ, ബൈബിളിൽ സൂചിപ്പിച്ചിരിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഏവരെയും ഈശോനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.